ക്രിക്കറ്റ് ടോക്സ് തണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്ന് നമ്മുടെ മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലാണ് മത്സരം. ഒരു മികച്ച പോരാട്ടം തന്നെയായിരിക്കും കളി ഉണ്ടാവുക. പക്ഷേ മുംബൈയുടെ അവസ്ഥ അത്ര വലിയ അവസ്ഥയല്ല. മുംബൈ 10ാം സ്ഥാനത്താണ്. 6 കളിയിൽ ഒറ്റ മത്സരം മാത്രമാണ് മുംബൈക്ക് വിജയിക്കാൻ സാധിച്ചത്. എന്നാൽ GT ആവട്ടെ 6ാം സ്ഥാനത്തുമാണ് GT ഉള്ളത്. മുംബൈ 6 കളിയിൽ 5 കളി കളിച്ചിട്ടുള്ളൂ. GT 5 കളി കളിച്ചത് പിന്നീട്. പിന്നെ മുംബൈയുടെ അവസ്ഥ വന്നാൽ മുംബൈക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഒക്കെ മികച്ച ഡിപ്പാർട്ട്മെന്റിലാണ് മുംബൈ. പക്ഷെ ഒന്നും ക്ലിക്കാവുന്ന കാഴ്ചയല്ല കാണുന്നത്. അപ്പോ ഹിറ്റ്മാൻ ഇഞ്ചുറി. ഹിറ്റ്മാൻ കഴിഞ്ഞാൽ ഹിറ്റ്മാനും സാന്നറൊന്നും കളിച്ചിട്ടില്ല, ട്രെന്റ് ബോൾട്ടും കളിച്ചിട്ടില്ല. ഹിറ്റ്മാൻ ഒരു പക്ഷേ ഇന്ന് റിട്ടേൺ ചെയ്യുമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം റിക്കൽട്ടിനെ റീപ്ലേസ് ചെയ്യും. ഡീകോക്കിനോടൊപ്പം ഹിറ്റ്മാൻ കളിച്ചാൽ സാന്നർ കൂടി വന്നാൽ അല്ലാഗസൻ പറഞ്ഞ സാന്നർ റീപ്ലേസ് ചെയ്താൽ പിന്നെ ട്രെന്റ് ബോൾട്ടും കളിക്കും. മായങ്ക് റാവത്തും വരെ ബോൾട്ടോ ബോഷോ ഒക്കെ വരാനുള്ള ചാൻസ് ആണ് കാണുന്നത്. എന്നാൽ GTയുടെ കാര്യത്തിലേക്ക് വന്നാൽ GTക്ക് ഇപ്പോൾ ബട്ട്ലർ ഫോമിലേക്ക് വന്നു. അത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ജോസാട്ടൻ ഫോമിൽ വന്നു. ഇനി എതിരാളികൾ പേടിക്കണം. ഗില്ലും മികച്ച ഫോമിലാണുള്ളത്. സുദർശൻ കൂടി ഒന്ന് ടച്ചിലേക്ക് വരേണ്ടതുണ്ട്. പിന്നെ ഫിലിപ്സും നമ്മുടെ തെവാട്ടിയും സുന്ദറും കൂടെ ഒക്കെ ഫിനിഷ് ചെയ്യുന്നുണ്ട് കളി. അങ്ങനെ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ബാറ്റിംഗ് പോകുമ്പോൾ ബൗളിങ്ങിന്റെ കാര്യം എടുത്തു പറയണം. പ്രസിദ്ധ് കൃഷ്ണനും സിറാജും റബാഡയും റാഷിദ് ഖാനും അശോക് ശർമ്മ അടക്കുന്ന ബോളിംഗ് നിര മികച്ച രീതിയിൽ തന്നെയാണ് ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ വാങ്കഡയിലാണ് മത്സരം നടക്കുക. മുംബൈ വിജയത്തിൽ കുറവൊന്നും മുംബൈ പ്രതീക്ഷിക്കുന്നുമില്ല. വാങ്കഡയിൽ അഹമ്മദാബാദിലാണ് മത്സരം നടക്കുക. അഹമ്മദാബാദിൽ പിച്ചിൽ വന്നാൽ ഇപ്പോ വലിയൊരു ടോട്ടൽ വരുമെന്ന് വെച്ചാൽ അത്ര വലിയ കണ്ടീഷനിലൊന്നും വരില്ല. ഒരു 180 190 ഒക്കെ വരാൻ ചാൻസ്. അത് പോലും അഹമ്മദാബാദിൽ പിച്ചിലെ ഒരു ബിഗ് സ്കോർ എന്നാണ് പറയപ്പെടുന്നത്. മുംബൈ നയിക്കുകയായ ഹാർദിക് പാണ്ഡ്യ 2022 സീസണിലെ ഹാർദിക് പാണ്ഡ്യയുടെ കീഴിലാണ് GT ആദ്യമായിട്ട് കിരീടം നേടിയത്. ആ പാണ്ഡ്യന് മുംബൈയുടെ നായകനാണ്. GTക്കെതിരെ കളിക്കുന്നുണ്ട്. ഇപ്പോ മുംബൈയുടെ കാര്യത്തിലേക്ക് വന്നാൽ മുംബൈക്ക് പ്രശ്നം തരാം. ഇവിടെ ബോളിംഗിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പേരെടുക്കുമ്പോൾ ദീപക് ചാർ, ഷാർദുൽ താക്കൂർ, ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, മിച്ചൽ സാന്റർ ഒരുപാട് പേരുകൾ കാണും. പക്ഷെ ഇവരാരും ഫോമിലല്ല. 5 കളികളിലും വിക്കറ്റ്ലെസ് ആയിരുന്നു ജസ്പ്രീത് ബുംറ. ട്രെന്റ് ബോൾട്ടിന് 3 കളി മാത്രം കളിപ്പിച്ചിട്ട് അദ്ദേഹം നന്നായി റൺ ലീക്ക് ചെയ്യുന്നു. ദീപക് ചാർ, ഷാർദുൽ താക്കൂർ റൺ ലീക്ക് ചെയ്യുന്നു. അല്ലാഹ് ഗസൻഫർ റൺ ലീക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ടീമിലുണ്ട്. അവരുടെ ഫാസ്റ്റ് ബോൾസിന് ഏവറേജ് ഇത്രയുള്ളൂ. ബോൾട്ട് 110, ദീപക് ചാർ 87, ഹാർദിക് പാണ്ഡ്യ 67. അവർക്കൊക്കെ 50+ ഏവറേജ് ആണ് ഈ സീസണിൽ. ബുംറ 82 ടേക്ക് വിക്കറ്റ് ആഫ്റ്റർ ബോളിംഗ് 19 ഓവേഴ്സ്. 19 ഓവർ ഒരു വിക്കറ്റ് പോലും വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ബോളറായ ജസ്പ്രീത് ബുംറയ്ക്ക് പ്രഷർ എടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ശുഭ്മൻ ഗില്ലിന്റെ കാര്യം, അദ്ദേഹം ഇപ്പം മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ ഹേറ്റ് ചെയ്ത ഒരു പ്രശ്നവുമില്ല, ഞാൻ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ശുഭ്മൻ ഗിൽ പറഞ്ഞതിലെ 2023 ശേഷം എങ്ങോട്ട് എടുക്കും നിങ്ങൾ? എല്ലാ സീസണിലും ഞാൻ മികച്ച ഫോമിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നായകൻ ശുഭ്മൻ ഗിൽ പറഞ്ഞത്. പിന്നെ ജോസാട്ടിന്റെ ഫോമും അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. പിന്നെ മുംബൈക്ക് ഒരുപക്ഷെ രോഹിത് ശർമ്മ കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മുംബൈക്ക് ഒരുപക്ഷെ രോഹിത് ശർമ്മ ഇന്ന് കളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മുംബൈയുടെ ബൗളിംഗ് കോച്ച് ആയിട്ടുള്ള പരസ് മംബ്രെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് is confirmed that Sunday that both Perfect will throw it back to batting in the next 1 hour. അതായത് ബോത്ത് എന്ന് പറഞ്ഞാൽ മിച്ചൽ സാന്ററിന്റെ കാര്യം കൂടി പറഞ്ഞാൽ അദ്ദേഹം ഒരു പക്ഷേ ഇന്ന് കളിക്കാൻ ഇറങ്ങിയേക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ടീമിന്റെ ഒരു പ്രോബബിൾ ലൈനപ്പിലേക്ക് ഒന്ന് വന്നാൽ ശുഭ്മൻ ഗില്ലും സായി സുരേഷും കൂടി ഓപ്പൺ ചെയ്താൽ ജോസ് ബട്ട്ലറും വാഷിംഗ്ടൺ നമ്പർ 4 കളിച്ച നമ്പർ 5 ഗ്ലെൻ ഫിലിപ്സ്, നമ്പർ 6 രാഹുൽ തെവാറ്റിയ, നമ്പർ 7 ഷാറുഖ് ഖാൻ, നമ്പർ 8 റാഷിദ് ഖാൻ, നമ്പർ 9 അശോക് ശർമ്മ, നമ്പർ 10 കാഗീസ് റബാഡ, നമ്പർ 11 മുഹമ്മദ് സിറാജ്, നമ്പർ 12 പ്രസിദ്ധ് കൃഷ്ണ. മുംബൈയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഡീകോക്കും രോഹിത് ശർമ്മയും ഓപ്പൺ ചെയ്താൽ നമ്പർ 3 സൂര്യകുമാർ യാദവ്, നമ്പർ 4 തിലക് വർമ്മ, നമ്പർ 5 ഷറഫൻ റിവർഫോർഡ്, നമ്പർ 6 നമാൻ, നമ്പർ 7 ഹാർദിക് പാണ്ഡ്യ, നമ്പർ 8 മിച്ചൽ സാന്റർ, അല്ലെങ്കിൽ അല്ലാഹ് ഗസൻഫർ, നമ്പർ 9 ട്രെന്റ് ബോൾട്ട് ഓർ കോർബിൻ ബഷ്, നമ്പർ 10 ഷാർദുൽ താക്കൂർ, നമ്പർ 11 ദീപക് ചഹർ. ഇമ്പാക്ട് ആയിട്ട് ജസ്പ്രീത് ബുംറ ഉണ്ടാവും. ഒരു മികച്ച പോരാട്ടം തന്നെ കാണാൻ സാധിക്കും. ഇന്നത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ആണ് നമ്മൾ വിജയമായിട്ട് കാണുന്നത്. അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുള്ള വീട്ടിലെത്താം.